ഹായ് ഫ്രണ്ട്സ്, NS നിധി സയൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കെമിസ്ട്രിയുടെ പാർട്ട് 1 ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ബാക്കിയാണ് പാർട്ട് 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 11ാമത്തെ ചോദ്യം, ചിത്രം നിരീക്ഷിക്കുക. 3 ബീക്കറുകളിൽ എടുത്തിരിക്കുന്ന ലവണ ലായനികളിൽ ലോഹദണ്ഡുകൾ മുക്കിവെച്ചിരിക്കുന്നു. അതിൽ ചിത്രം എയിൽ, ബിയിൽ, സിയിൽ ഈ ചിത്രങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ചിത്രം എയിൽ സിങ്ക് കോപ്പർ സൾഫേറ്റ് ലായനിയെ മുക്കിവെച്ചിരിക്കുന്നു. ചിത്രം ബിയിൽ സിൽവർ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ചിരിക്കുന്നു. ബീക്കർ സിയിൽ, അതായത് ചിത്ര സിയിൽ കോപ്പർ സിങ്ക് സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ചിരിക്കുന്നു. എ ക്വസ്റ്റ്യൻ, ഇവയിൽ ഏത് ബീക്കറിലാണ് ആദർശരാസ പ്രവർത്തനം നടക്കുന്നത്? കാരണം എഴുതുക. ബി ക്വസ്റ്റ്യൻ, ഈ ബീക്കറിൽ നടക്കുന്ന ഓക്സീകരണ പ്രവർത്തനത്തിന്റെ രാസസമവാക്യം എഴുതുക. സൂചന തന്നിട്ടുണ്ട്. ക്രിയാശീല ക്രമം സിങ്ക് ഗ്രേറ്റർ ദാൻ കോപ്പർ ഗ്രേറ്റർ ദാൻ സിൽവർ. അതായത് ഏറ്റവും കൂടുതൽ ക്രിയാശീലത ഈ 3 ലോഹങ്ങളിൽ സിങ്കിനാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ 3 ചിത്രവും നിരീക്ഷിച്ചതിന് ശേഷം ഏത് ബീക്കറിലാണ് ആദർശരാസ പ്രവർത്തനം നടക്കുന്നതെന്ന് നോക്കുക. ഓരോ ലോഹവും മുക്കി വെച്ചിരിക്കുന്നതിൻ്റെ ക്രിയാശീലത ഏറ്റവും കൂടുതൽ ഏതാണെന്ന് നോക്കിയിട്ട് വേണം ആൻസർ എഴുതാനായിട്ട്. ആദ്യത്തെ ബീക്കറിൽ സിങ്ക് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കോപ്പറിനേക്കാൾ ക്രിയാശീലത കൂടിയതാണ് സിങ്ക്. അതുകൊണ്ട് ബീക്കർ എയിൽ എന്ത് നടക്കുന്നുണ്ട്? ആദർശരാസ പ്രവർത്തനം നടക്കുന്നുണ്ട്. അടുത്ത ബീക്കർ നോക്കിക്കഴിഞ്ഞാൽ സിൽവർ കോപ്പർ സൾഫേറ്റ് ലായനിയിലാണ് മുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ സിൽവർ കോപ്പർ സൾഫേറ്റ് ലായനിലായതുകൊണ്ട് കോപ്പറിനേക്കാൾ ക്രിയാശീലത കുറവാണ് സിൽവറിന്. അതുകൊണ്ട് ബീക്കർ ബിയിൽ ആദർശരാസ പ്രവർത്തനം നടക്കത്തില്ല. അടുത്തത് കോപ്പർ സിങ്ക് സൾഫേറ്റ് ലായനിയിലാണ് മുക്കി വെച്ചിരിക്കുന്നത്. അതായത് കോപ്പറിന് സിങ്കിനേക്കാൾ രാസപ്രവർത്തന ശേഷി കുറവാണ്. അതുകൊണ്ട് ബീക്കർ സിയിലും രാസപ്രവർത്തനം നടക്കത്തില്ല. അപ്പോൾ എയുടെ ആൻസർ എന്താണ് വരുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. എയുടെ ആൻസർ ബീക്കർ എ. കാരണം സിങ്ക് കോപ്പർ സൾഫേറ്റ് ലായനിയിലെ കോപ്പറിനേക്കാൾ ക്രിയാശീലത കൂടിയ ലോഹമാണ്. ആയതിനാൽ സിങ്ക് കോപ്പറിനെ ആദേശം ചെയ്യുന്നു. അതിൻ്റെ രാസസമവാക്യം ബി എഴുതിയിട്ടുണ്ട്. സിങ്ക് ഗീവ്സ് Zn2++2 ഇലക്ട്രോൺ. സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട് സിങ്ക് അയോൺ ആയിട്ട് നിൽക്കുന്നു. ഇതാണ് ഓക്സീകരണ പ്രവർത്തനം. അടുത്ത ചോദ്യം, ഇരുമ്പിന്റെ വ്യാവസായിക നിർമ്മാണത്തിൽ ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ രാസസമവാക്യങ്ങൾ നൽകിയിരിക്കുന്നു. ആദ്യത്തെ സമവാക്യം C+O2 gives CO2. രണ്ടാമത്തേത് CO2 + C + താപം gives 2CO. മൂന്നാമത്തേത് Fe2O3 + 3CO gives 2Fe + 3CO2. നാലാമത്തെ സമവാക്യം CaCO3 gives CaO + CO2. അടുത്ത സമവാക്യം CaO + SiO2 gives CaSiO3. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ, ഇവിടെ നിരോക്സികാരിയായി പ്രവർത്തിക്കുന്ന സംയുക്തം ഏത്? ബി, ഇരുമ്പിന്റെ നിർമ്മാണത്തിൽ CaOയുടെ ധർമ്മം എന്ത്? സി, ഇവിടെ ഉണ്ടാകുന്ന സ്ലാഗ് ഏത്? അപ്പോൾ എയുടെ ഉത്തരം നോക്കാം. നിരോക്സികാരിയായി പ്രവർത്തിക്കുന്ന സംയുക്തമാണ് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ എയുടെ ആൻസർ CO. ബി, ഇരുമ്പ് നിർമ്മാണത്തിൽ CaO കാൽസ്യം ഓക്സൈഡിന്റെ ധർമ്മം എന്തെന്നാണ്. അതിന് ആൻസർ സിലിക്കയെ, അതായത് SiO2നെ, അതായത് ഗാങ്ങിനെ നീക്കം ചെയ്യുന്ന ഫ്ലെക്സായി പ്രവർത്തിക്കുന്നു. സി, ഇവിടെ ഉണ്ടാകുന്ന സ്ലാഗ് ഏതാണ്? കാൽസ്യം സിലിക്കേറ്റ്, CaSiO3. അടുത്ത ചോദ്യം 13. ഒരു ഓർഗാനിക് സംയുക്തത്തിന്റെ ഘടനാവാക്യം തന്നിരിക്കുന്നു. CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. എ ചോദ്യം, ഈ സംയുക്തത്തിന്റെ IUPAC നാമം എഴുതുക. ബി, ഇതിന്റെ തന്മാത്രാ സൂത്രം എന്ത്? സി, ഇതിന് ശേഷം വരുന്നതും തൊട്ടടുത്തുള്ളതുമായ ഹോമലോഗിന്റെ തന്മാത്രാ സൂത്രം എഴുതുക. ഇപ്പോൾ ആദ്യത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. CH3 CH2 CH ഡബിൾ ബോണ്ട് CH2 ഒരു ആൽക്കീനാണ്. അതിനുശേഷം 4 കാർബണുള്ള ഹൈഡ്രോ കാർബണിന്റെ വേർഡ് റൂട്ട്, അതായത് പദമൂലം ആദ്യം മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഇതിൻ്റെ ആൻസർ എഴുതാനായിട്ട്. അപ്പം 4 കാർബൺ വരുന്ന ഹൈഡ്രോ കാർബണിന്റെ പദമൂലം വരുന്നത് ബ്യൂട്ടാണ് അല്ലേ. അപ്പോൾ പിന്നെ ഡബിൾ ബോണ്ടും വന്നിട്ടുണ്ട്. ഇനിയും ഡബിൾ ബോണ്ടിന് പൊസിഷനൊക്കെ കൊടുത്തിട്ട് നമുക്ക് IUPAC നാമം എഴുതാം. അപ്പോൾ ഈ സംയുക്തത്തിന്റെ IUPAC നാമം ഞാനിവിടെ കാർബണിന് പൊസിഷനൊക്കെ ഇട്ടിട്ടുണ്ട്. ഡബിൾ ബോണ്ട് വരുന്ന കാർബണിന് ചെറിയ നമ്പർ വരത്തക്കവണ്ണം നമ്പർ ചെയ്യണം, വലിയ ചെയിൻ. അപ്പോൾ 1 2 3 4 റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്പർ ചെയ്തത്. അതുകൊണ്ട് ഇതിൻ്റെ IUPAC നാമം ബ്യൂട്ട് 1 ബ്യൂട്ട് എന്നുള്ളത് പദമൂലം, 1 എന്നുള്ളത് ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ, ഡബിൾ ബോണ്ട് വന്നുകൊണ്ട് നിബന്ധനം വന്നുകൊണ്ട് എന്നെഴുതി. അപ്പോൾ IUPAC നാമം ബ്യൂട്ട് 1.
അതേപോലെ തന്നെ ബി ക്വസ്റ്റ്യൻ അതിൻ്റെ തന്മാത്രാ സൂത്രമാണ് C4H8, ആകെ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും എണ്ണം. ഇനി സി ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഹോമോലോഗസ് സീരീസ് അടുത്ത അംഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. C4H10 ആണെങ്കിൽ അടുത്ത വരുന്നത് C5H10 ആയിരിക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു കാർബൺ കൂടുകയും 2 ഹൈഡ്രജൻ കൂടുകയും ചെയ്യുമ്പോഴാണ് അടുത്ത ഹോമോലോഗസ് സീരീസിൻ്റെ അംഗം വരുന്നത്. അപ്പോൾ ഹോമോലോഗസ് സീരീസിൻ്റെ അടുത്ത അംഗം എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, 2 സംയുക്തങ്ങൾ തമ്മിൽ എപ്പോഴും CH2ൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. CH2ൻ്റെ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഒരു കാർബണും 2 ഹൈഡ്രജനും. ഇനി അടുത്ത ചോദ്യം 14-മത്തത്. ബോക്സിൽ നൽകിയിരിക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ പേരുകൾ തിരഞ്ഞെടുത്ത് പട്ടിക പൂർത്തിയാക്കുക. ബോക്സിൽ എടുത്തിരിക്കുന്നത് പോളിമറൈസേഷൻ, അതേപോലെ ജ്വലനം, അഡീഷൻ രാസപ്രവർത്തനം, ആദേശ രാസപ്രവർത്തനം, താപീയ വിഘടനം. ഇത്രയാണ് ബോക്സിനകത്ത് തന്നിട്ടുള്ളത്. ഇനി ലെഫ്റ്റ് സൈഡിൽ രാസസമവാക്യം, റൈറ്റ് സൈഡിൽ രാസപ്രവർത്തനത്തിൻ്റെ പേര്. അതാണ് നമുക്കിനി എഴുതേണ്ടത്. ആദ്യത്തേത് നമുക്ക് നോക്കാം. CH3 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് H2. അപ്പോൾ പ്രൊപ്പീൻ എന്ന് പറയുന്ന കോമ്പൗണ്ടാണ്. അതിലേക്ക് ഹൈഡ്രജനെ ആഡ് ചെയ്തപ്പോൾ ആ ഡബിൾ ബോണ്ട് മാറിയിട്ട് ഉത്തരം, അതായത് ആരോ മാർക്കിൻ്റെ റൈറ്റ് സൈഡിൽ CH3 CH2 CH3 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ദ്വിബന്ധനം ഏകബന്ധനമായി മാറുന്ന പ്രവർത്തനം നമുക്ക് മനസ്സിലാക്കാം അഡീഷൻ രാസപ്രവർത്തനമാണ്. അപ്പോൾ എയുടെ ആൻസർ അഡീഷൻ എന്ന് മനസ്സിൽ വയ്ക്കുക. അടുത്ത് നോക്കിയാൽ CH3 പ്ലസ് Cl2 ഗീവ്സ് CH3CH2Cl പ്ലസ് HCl. അതിനൊരു ക്ലൂ ഉള്ളത് HCl ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന റിയാക്ഷൻസ് ഹൈഡ്രോ കാർബണിൻ്റെ ഇതേപോലെ വരികയാണെങ്കിൽ അതെപ്പോഴും ആദേശ രാസപ്രവർത്തനമാകാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കുക. അടുത്തത് CH4 പ്ലസ് 2O2 ഗീവ്സ് CO2 പ്ലസ് 2H2O. അതായത് ഒരു ഹൈഡ്രോ കാർബൺ, അതായത് മീഥേൻ എന്ന് പറയുന്നത് ഓക്സിജനിൽ കത്തി കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാകുന്ന പ്രവർത്തനം ജ്വലനമാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഈ രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ അതായത് രണ്ടാമത്തേത് ഒന്നും കൂടെ ശ്രദ്ധിക്കണം. Cl2 ഒരു ഹൈഡ്രോ കാർബണിലേക്ക് ക്ലോറിൻ ചെന്നിട്ട് ഒരു ഹൈഡ്രജനെ മാറ്റി പകരം അവിടെ ക്ലോറിൻ കയറിയിരിക്കുന്നു അല്ലേ? ആ രാസപ്രവർത്തനമാണ് നിങ്ങൾക്കറിയാം ആദേശ രാസപ്രവർത്തനം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ഓരോന്നായിട്ട് മനസ്സിലായി. ആദ്യത്തെ എയുടെ ആൻസർ എന്താണെന്ന് നോക്കാം. അപ്പോൾ എയുടെ ആൻസർ അഡീഷൻ രാസപ്രവർത്തനം, ബിയുടെ ആൻസർ ആദേശ രാസപ്രവർത്തനം, സി നമ്മൾ പറഞ്ഞ പോലെ ജ്വലനം. ഇനി സെക്ഷൻ ഡി ആണ്. ഓരോ ചോദ്യത്തിന് 4 സ്കോർ വീതമാണ്. 15-മത്തെ ചോദ്യം. എക്സ് എന്ന മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. എ ചോദ്യം എക്സിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ബി ചോദ്യം ഗ്രൂപ്പ് നമ്പർ, പീരിയഡ് നമ്പർ എന്നിവ കണ്ടുപിടിക്കുക. ഡി ചോദ്യം മൂലകം എക്സ് അലൂമിനിയവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എഴുതുക. ബ്രാക്കറ്റിൽ സൂചന കൊടുത്തിട്ടുണ്ട്, അലൂമിനിയത്തിന്റെ സംയോജകത 3. അപ്പോൾ എ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അവർ പറഞ്ഞിരിക്കുന്ന എക്സ് എന്ന മൂലകമാണ്, അറ്റോമിക് നമ്പർ 8 ആണ്. 8 എന്ന് പറയുമ്പോൾ അതിനകത്ത് 8 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും എക്സിന്. എക്സ് എന്ന് പറയുന്നത് പ്രതീകമൊന്നുമല്ല. അപ്പോൾ എയുടെ ആൻസർ എക്സിന്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്നാണ്. അപ്പോൾ 1s2 2s2 എന്നുള്ള രീതിയിൽ തുടങ്ങുന്നതാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാം. അറ്റോമിക് നമ്പർ 8 ആണല്ലോ. അപ്പോൾ എയുടെ ആൻസർ എക്സ് 1s2 2s2 2p4. എല്ലാ ഇലക്ട്രോണും കൂടെ എണ്ണി നോക്കുമ്പോൾ 8 എണ്ണം ഉണ്ട്. ഇനി ഗ്രൂപ്പ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഇതിപ്പോൾ പി ബ്ലോക്ക് ആണ്. അതായത് അവസാന ഇലക്ട്രോൺ പി സബ്ഷെല്ലിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പി ബ്ലോക്കിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? അവസാന സബ്ഷെല്ലിലെ, അതായത് പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 4 ആണ്. അതിനോടുകൂടി 12 കൂട്ടുമ്പോഴാണ് നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടുക. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് 4 + 12 = 16 ആണ് എക്സ് എന്ന മൂലകത്തിന്റെ ഗ്രൂപ്പ് നമ്പർ. ഇനി അടുത്തത് പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആ ഷെൽ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഏറ്റവും വലിയ ഷെൽ നമ്പറാണ് പീരീഡ്. 1s 2s 2p. അപ്പോൾ അതിലെ ഏറ്റവും വലിയ ഷെൽ നമ്പർ 2 ആണ്. അതുകൊണ്ട് പീരീഡ് 2. ഇനി സി ക്വസ്റ്റ്യൻ എക്സിന്റെ സംയോജകത 2 ആണ്, എല്ലിന്റെ സംയോജകത 3 അപ്പോൾ എക്സും അലൂമിനിയവും കൂടി ചേരുമ്പോൾ എന്താണ് രാസസൂത്രം കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എക്സിന്റെ സംയോജകതയും അലൂമിനിയത്തിന്റെ സംയോജകതയും പരസ്പരം മാറ്റി പദാംഗമായിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അലൂമിനിയത്തിന്റെ പ്രതീക AL എന്ന് എഴുതിയിട്ട് എക്സിന്റെ സംയോജകത 2 എന്നുള്ളത് അതിന്റെ താഴെയായിട്ട് എഴുതുക. അപ്പോൾ AL2. അടുത്തത് എക്സ് എന്ന് എഴുതിയിട്ട് അലൂമിനിയത്തിന്റെ സംയോജകത 3 എന്നുള്ളത് എക്സിനും കൊടുക്കുക. അപ്പോൾ രാസസൂത്രം എന്ത് വരും? AL2X3 എന്ന് വരും. അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 16-മത്തത്. ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന വിവരങ്ങളാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്. മർദ്ദം സ്ഥിരമാണ്.
അപ്പോൾ നമുക്കതിൻ്റെ എന്തൊക്കെയാണ് തന്നേക്കുന്നതെന്ന് നോക്കാം. വ്യാപ്തം 600 ml, അങ്ങനെയാണെങ്കിൽ താപനില 300 കെൽവിനാണ്. അപ്പോൾ V/T എന്താണെന്ന് നിങ്ങൾ എഴുതണം. അവിടെ എക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത വ്യാപ്തം 800 ml ആണ്. താപനില കണ്ടെത്തുക. V/T എന്ന വില അവിടെ കൊടുത്തിട്ടുണ്ട്. എ ചോദ്യം എക്സ് വൈ എന്നിവയുടെ വിലകൾ കാണുക. ബി ചോദ്യം ഇവിടെ ഏത് വാതക നിയമമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? സി ക്വസ്റ്റ്യൻ വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെച്ചാൽ അത് പൊട്ടുന്നു, കാരണമെന്ത്? അപ്പോൾ നമുക്ക് എക്സിൻ്റെയും വൈയുടെയും വിലകൾ കണ്ടുപിടിക്കാം. നിങ്ങൾക്കറിയാം V/T എന്നുള്ളത് 600/300, ആൻസർ എത്ര കിട്ടും? 2 ആണ്. അപ്പോൾ എക്സിൻ്റെ വില 2. ഇനി താപനില 300 ആയപ്പോൾ വ്യാപ്തം 600 ആയിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ വ്യാപ്തം 800 ആയിരിക്കുമ്പോൾ താപനില എത്ര ആയിരിക്കും? ആൻസർ എത്രയാണ്? 400. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എക്സിൻ്റെ വില 2, വൈയുടെ വില 400. ഇനിയും ഏത് നിയമമാണ് ഇവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ ചാൾസ് നിയമമാണ്. കാരണം വ്യാപ്തവും താപനിലയും നേരനുപാതത്തിലായിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നേരനുപാതത്തിൽ വ്യാപ്തവും താപനിലയും വന്നാൽ അത് ചാൾസ് നിയമമായിരിക്കും. അടുത്ത സി ചോദ്യം വായു നിറച്ച ഒരു ബലൂൺ വെയിലത്ത് വെക്കുമ്പോൾ പൊട്ടുന്നു, കാരണം എന്ത്? അതാണ്. അതിന് കാരണം നിങ്ങൾക്കറിയാം, ചാൾസ് നിയമപ്രകാരം താപനില കൂടുമ്പോൾ വ്യാപ്തം കൂടുന്നത് കൊണ്ടാണ് ആ ബലൂൺ പൊട്ടിപ്പോകുന്നത്. അതായത് ബലൂണിനുള്ളിലുള്ള വായു താപനില കൂടുമ്പോൾ വികസിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അതിനുള്ളിലുള്ള വായു വികസിക്കുന്നു. അതുകൊണ്ടാണ് ബലൂണ് പൊട്ടിപ്പോകാൻ കാരണം. ഇനിയും അടുത്ത ചോദ്യം നോക്കാം. ഒരു ഗാൽവനിക് സെല്ലിൻ്റെ ചിത്രം നൽകിയിരിക്കുന്നു. അതിൽ ക്രിയാശീല ക്രമമൊക്കെ തന്നിട്ടുണ്ട്. മഗ്നീഷ്യം ദണ്ട് മഗ്നീഷ്യം സൾഫേറ്റിലും, കോപ്പർ ദണ്ട് കോപ്പർ സൾഫേറ്റ് ദണ്ടിലുമാണ്, സൾഫേറ്റ് ലൈനിലുമാണ് മുക്കി വെച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു ഗാൽവനിക് സെല്ലാണ്. മഗ്നീഷ്യം കോപ്പർ സെല്ലാണ്. ഇനി ക്രിയാശീല ക്രമം കൊടുത്തിട്ടുണ്ട്. മഗ്നീഷ്യത്തിനാണ് കോപ്പറിനേക്കാൾ കൂടുതൽ ക്രിയാശീലത വരുന്നത്. എ ചോദ്യം ഗാൽവനിക് സെല്ലുകളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത്? ബി ചോദ്യം ഗാൽവനിക് സെല്ലുകളിൽ ഓക്സീകരണം നടക്കുന്നത് ഏത് ഇലക്ട്രോഡിലാണ്? ഇനി സി തന്നിരിക്കുന്ന സെല്ലിലെ കാഥോഡ് ഏതാണ്? ഡി കാഥോഡിലെ രാസപ്രവർത്തന സമവാക്യം എഴുതുക. എ ചോദ്യത്തിന്റെ ആൻസർ നോക്കാം. ഗാൽവനിക് സെല്ലുകളിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ത് എന്നാണ്. അതിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, രാസോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നതാണ് ഗാൽവനിക് സെല്ലുകളെല്ലാം തന്നെ. ബി ചോദ്യം ഗാൽവനിക് സെല്ലുകളിൽ ഓക്സീകരണം നടക്കുന്നത് ഏത് ഇലക്ട്രോഡിലാണെന്നാണ്. എപ്പോഴും ആനോഡിലായിരിക്കും ഓക്സീകരണം നടക്കുന്നത്. ഇനിയും സി ചോദ്യം അവർ ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന സെല്ലിലെ കാഥോഡ് ഏതാണെന്നാണ്. കാഥോഡ് നമുക്കറിയാവുന്നതാണ്, കോപ്പറാണ് കാഥോഡ്. ആനോഡ് മഗ്നീഷ്യവുമാണെന്ന് ചിത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഡി ചോദ്യം കാഥോഡിലെ രാസപ്രവർത്തന സമവാക്യം എഴുതാനാണ്. കാഥോഡ് ഇവിടെ കോപ്പർ ആയതുകൊണ്ട് കോപ്പറിൽ നടക്കുന്നത് നിരോക്സീകരണമാണ്. അതുകൊണ്ട് Cu2+ 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. ഇങ്ങനെയാണ് കാഥോഡിലെ രാസപ്രവർത്തനം എഴുതുന്നത്. കോപ്പർ 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ച് കോപ്പർ ആറ്റമായി മാറുന്നു എന്നത് ഈ രീതിയിലാണ് എഴുതുന്നത്. അടുത്ത ചോദ്യം 18ാമത്തത്. സന്തുലനാവസ്ഥ കൈവരിച്ച ഒരു ഉഭയദിശ പ്രവർത്തനം തന്നിരിക്കുന്നു. 2NO+O2 ഗീവ്സ് 2NO+ താപം. അപ്പോൾ റിവേഴ്സിബിൾ ആരോ ആണ് ഇവിടെ, അതായത് ഇരുവശത്തേക്കുമുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എ താപനിലയിലുള്ള വർധനവ് ഉൽപ്പന്നത്തിന്റെ അളവിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. താപനില കൂട്ടുമ്പോൾ ഉൽപ്പന്നത്തിന്റെ അളവ് എങ്ങനെയാണ്, കൂടുന്നോ കുറയുന്നോ എന്നും നിങ്ങൾ ആൻസർ എഴുതണം. ബി ചോദ്യം കൂടുതൽ ഉൽപ്പന്നം ലഭിക്കേണ്ടതിന് മർദ്ദത്തിൽ വരുത്തേണ്ട മാറ്റം എന്ത്? അതായത് ഇവിടുത്തെ ഉൽപ്പന്നം നൈട്രജൻ ഡയോക്സൈഡ് ആണ്, NO2 ആണ്. അത് കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് മാറ്റമാണ് ഇവിടെ വരുത്തേണ്ടതെന്നാണ് ചോദ്യം. അടുത്ത സി ചോദ്യം ഓക്സിജന്റെ ഗാഢത വർദ്ധിപ്പിക്കുന്നത് ഓരോ പുരോപ്രവർത്തനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നതാണ്. ഇവിടെ ഒരു ചെറിയ പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്സിജന്റെ ഗാഢത വർദ്ധിപ്പിക്കുന്നത് പുരോപ്രവർത്തനത്തെ എന്നാണ് കേട്ടോ. പുരോപ്രവർത്തനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ഓക്സിജന്റെ ഗാഢത വർദ്ധിപ്പിക്കുമ്പോൾ ഇവിടെ എന്താണ് ഇതിന് മാറ്റം വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. സി ഉഭയദിശ പ്രവർത്തനങ്ങളിൽ ഉൽപ്രേരകത്തിന്റെ ധർമ്മം എന്ത്? അതിന് ആൻസർ നമുക്ക് ഓരോന്ന് നോക്കാം. എ താപനിലയിലുള്ള വർധനവ് ഉൽപ്പന്നത്തിന്റെ അളവിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ താപനില വർദ്ധിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഇവിടെ താപം പുറത്തേക്ക് വിടുന്ന പ്രവർത്തനമാണ്. ഉൽപ്പന്നം NO2 കഴിഞ്ഞ് താപം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം താപം കൂട്ടിക്കൊടുക്കുമ്പോൾ ഇവിടെ ഉൽപ്പന്നത്തിന്റെ അളവ് കുറയുകയാണ് ചെയ്യുന്നത്. കാരണം പുരോപ്രവർത്തനത്തിൽ താപത്തിന്റെ അളവ് നമുക്കിവിടെ ആവശ്യമില്ല. അതാണ് എയുടെ ആൻസർ. അടുത്തത് ബി ചോദ്യം അവർ ചോദിച്ചിരിക്കുന്നത് കൂടുതൽ ഉൽപ്പന്നം ലഭിക്കേണ്ടതിന് മർദ്ദത്തിൽ വരുത്തേണ്ട മാറ്റം എന്താണെന്ന്. ഇവിടെ മർദ്ദം കൂട്ടിക്കൊടുക്കുമ്പോൾ മാത്രമാണ് കൂടുതൽ ഉൽപ്പന്നം നമുക്കിവിടെ ലഭിക്കുക. അപ്പോൾ ബിയുടെ ഉത്തരം മർദ്ദം കൂട്ടുക എന്നുള്ളതാണ്. സി ക്വസ്റ്റ്യൻ
ഓക്സിജന്റെ ഗാഢത വർദ്ധിപ്പിക്കുന്നത് പുരോപ്രവർത്തനത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഓക്സിജന്റെ ഗാഢത വർദ്ധിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പുരോപ്രവർത്തനത്തിന്റെ വേഗത കൂടുകയാണ് ചെയ്യുന്നത്. അടുത്ത ഡി ക്വസ്റ്റ്യൻ, ഉഭയദിശാ പ്രവർത്തനത്തിൽ ഉൾപ്രേരകത്തിന്റെ ധർമ്മം എന്ത് എന്നാണ്. അപ്പോൾ ഉഭയദിശാ പ്രവർത്തനത്തിൽ ഉൾപ്രേരകം നമ്മൾ ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് സന്തുലനാവസ്ഥയിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണ് ഉൾപ്രേരകം ചേർക്കുന്നത്. അടുത്ത 19ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന ഓർഗാനിക് സംയുക്തങ്ങൾ പരിശോധിക്കുക. ഒന്നാമത്തത് CH3 CH2 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 CH3 5 കാർബണുള്ള ഒരു ആൽക്കൈനാണ്. രണ്ടാമത്തത് CH3 CH2 CH2 OH ഒരു ആൽക്കഹോളാണ്, 3 കാർബൺ ഉള്ളത്. മൂന്നാമത്തത് CH3 CH2 CH2 Cl ക്ലോറിൻ ഉൾപ്പെട്ട ഒരു ആൽക്കൈനാണ്, 3 കാർബൺ ഉള്ളത്. നാലാമത്തത് CH3 CH2 O CH3. അടുത്തത് CH3 CH, താഴേക്ക് CH3, റൈറ്റിലേക്ക് CH2 CH3. 4 കാർബണും ഒരു ബ്രാഞ്ച് ഉള്ള കാർബൺ ഉള്ളതുമായ ഒരു കോമ്പൗണ്ടാണ്. ആറാമത്തത് വരുന്നത് CH3 CH Cl CH3 ഒരു ക്ലോറിനും 3 കാർബൺ ഉള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. ഇതിലെ എ ചോദ്യം ഐസോമർ ജോഡികൾ കണ്ടെത്താനാണ്. ഐസോമർ ജോഡി കണ്ടെത്തുന്നതിന് ഒരേ തന്മാത്രാവാക്യമുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് കാർബണിന്റെ എണ്ണവും ഹൈഡ്രജന്റെ എണ്ണവും ഒരുപോലിരിക്കുന്ന ഏതൊക്കെ കോമ്പൗണ്ടുകൾ ഇതിലുണ്ട്, അല്ലെങ്കിൽ ഓക്സിജന്റെ എണ്ണവും ക്ലോറിന്റെയും കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഒക്കെ ഒരേ എണ്ണമുള്ള തന്മാത്രകൾ എടുത്താൽ അതായിരിക്കും ഐസോമർ ജോഡികളെന്ന് നിങ്ങൾക്കറിയാം. ഇതിൽ 1ഉം 5ഉം ഒരു ടൈപ്പ് ഐസോമർ ജോഡിയാണ്, ഒന്നാമത്തേതും അഞ്ചാമത്തേതും. കാർബണിന്റെ ചെയിനിലാണ് വ്യത്യാസം, അതുകൊണ്ട് അത് ചെയിൻ ഐസോമറാണ്. അതുകൊണ്ട് ഐസോമർ ജോഡി ഒരെണ്ണം അതാണ്. അതേപോലെ തന്നെ 2ഉം 4ഉം, രണ്ടാമത്തേതും നാലാമത്തേതും ഓക്സിജനും കൂടി അടങ്ങിയ ഒരു ഹൈഡ്രോ കാർബൺ ആണ്. അതുകൊണ്ട് 2ഉം 4ഉം ഐസോമർ ജോഡിയാണ്. ഇനി 3ഉം 6ഉം വരുന്നുണ്ട് ആൻസറിൽ. 3ഉം 6ഉം ഒരു ഐസോമറാണ്, അടുത്ത ഐസോമർ ജോഡിയായിട്ട് വരും ക്ലോറിൻ വരുന്നത് കൊണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ആൻസറുകൾ. 1ഉം 5ഉം 2ഉം 4ഉം 3ഉം 6ഉമാണ് ഐസോമർ ജോഡി. അടുത്തത് ബി ചോദ്യം, ഫങ്ഷണൽ ഐസോമർ ജോഡി ഏതാണെന്നാണ്. അതായത് ഫങ്ഷണൽ ഐസോമർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഒരേ തന്മാത്രാവാക്യവും എന്നാൽ ഫങ്ഷണൽ ഗ്രൂപ്പിൽ വ്യത്യാസവും വരുന്നവരെയാണ് നമ്മൾ ഫങ്ഷണൽ ഐസോമർ എന്ന് പറയുന്നത്. ഇതിൽ രണ്ടാമത്തെ കോമ്പൗണ്ടും അതേപോലെ നാലാമത്തെ കോമ്പൗണ്ടുമാണ് ഫങ്ഷണൽ ഐസോമർ. രണ്ടാമത്തെ കോമ്പൗണ്ടിലെ സംയുക്തത്തിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ആണ്, OH ഗ്രൂപ്പാണ് വരുന്നത്. നാലാമത്തിൽ വരുന്നത് ഓക്സി ഗ്രൂപ്പാണ്, മീതോക്സി. അപ്പോൾ ആൽക്കോക്സി ഗ്രൂപ്പാണ് വരുന്നത്. അപ്പോൾ ഈഥർ 1, ആൽക്കോക്സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈഥറുകളാണ്, ആൽക്കോക്സി ഗ്രൂപ്പാണ്. അപ്പോൾ OHും അതേപോലെ തന്നെ ആൽക്കോക്സി ഗ്രൂപ്പും വന്നതുകൊണ്ട് 2ഉം 4ഉം സംയുക്തങ്ങളാണ് ഇവിടെ ഐസോമർ ജോഡി, അതായത് ഫങ്ഷണൽ ഐസോമർ ജോഡിയായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഫങ്ഷണൽ ഐസോമർ ജോഡി എന്താണെന്ന് ചോദിച്ചാൽ ഒരേ തന്മാത്രാവാക്യവും ഫങ്ഷണൽ ഗ്രൂപ്പുകൾ വ്യത്യസ്തമായിട്ട് വരുന്നതുമാണ് ഫങ്ഷണൽ ഐസോമർ. അപ്പം രണ്ടാമത്തത് ആൽക്കഹോളും നാലാമത്തത് ആൽക്കോക്സി കോമ്പൗണ്ടുമാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാനുള്ളത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നന്നായി പഠിക്കേണ്ടതാണ്. ഇത് ഐസോമർ ജോഡി കണ്ടെത്താനായിട്ട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. നല്ല മാർക്കും ഉണ്ടായിരിക്കും, 4 3 മാർക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.